യേശുവൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. എൻ്റെ പ്രിയൻ അതിസുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ. ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാനും എൻ്റെ സ്വർഗം തന്ന നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുക. കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്നുവരെ ഞങ്ങൾക്ക് നല്ലവനായി വലിയവനായി കൂടെയിരുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് ഞങ്ങളുടെ ഭാരങ്ങളിലും രോഗങ്ങളിലും കഷ്ടങ്ങളിലും എല്ലാം കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് കരം പിടിച്ച് നടത്തിയ എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, 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 സ്തോത്രം. അപ്പാ, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ സമർപ്പിക്കട്ടെ. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുള്ളതുപോലെ കാണുന്നവനുള്ളതുപോലെ അറിയുന്നവൻ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളെ സംരക്ഷിക്കുന്ന നല്ല കർത്താവ്, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താവുന്ന വാക്ക് പറഞ്ഞ കർത്താവ്, ഞങ്ങളുടെ ഭാരമേറ്റിരിക്കാൻ സ്തോത്രം ചെയ്യുക കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം തരുന്ന നല്ല മറുപടികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു മക്കൾ ലജിച്ചുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയില്ലല്ലോ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് താങ്ങായി തണലായി നല്ല പിതാവായി കൂടെ ഞങ്ങളെ ഇന്ന് വരെ നടത്തിയതോർത്ത് സ്തോത്രം. വീണ്ടും ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കൾ, ഞങ്ങളുടെ കൊച്ചു തലമുറകൾ എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം നീ അറിയുന്ന ദൈവമാണ്. ഓരോ മക്കളുമായിരിക്കുന്നിടത്ത് ഓരോരുത്തരുടെയും ആവശ്യത്തിൻ്റെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ ഇറങ്ങണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോട് കരുണ തോന്നണം, ഞങ്ങളുടെ ജീവിത പങ്കാളിയോട് കരുണ തോന്നണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ, ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ. ദൈവഭയത്തിൽ പഠിക്കുവാനും പ്രാർത്ഥനയോടെ വളരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. എൻ്റെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകണം. വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പാദപിടത്തിൽ ഏൽപ്പിച്ച് തരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കും, നിശ്ചയമായി അവരെ മാനിക്കും. എല്ലാ വഴികളും അവരുടെ മുൻപിൽ സ്വർഗം തുറന്നു കൊടുക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുക കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് ലജിച്ച് പാനോടൊന്ന് സമ്മതിക്കല്ലേ അപ്പാ, അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സ്തോത്രം. വിദേശ രാജ്യത്ത് കടന്നു പോകേണ്ട മക്കൾ, പ്രയത്നിക്കുന്ന മക്കൾ, വിസ ലഭിക്കേണ്ടുന്ന മക്കൾ, എൻ്റെ കർത്താവെ PR ലഭിക്കേണ്ട ജീവിതങ്ങൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ട ജീവിതം, ലൈസൻസ് ലഭിക്കേണ്ടവർ ഒക്കെ ഉണ്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവ് മനസ്സലിയണമേ. എൻ്റെ കർത്താവ് കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ. പ്രത്യേകിച്ച് കർത്താവെ, ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മക്കളെ പേരുപേരായി തിരുസന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗമാപ്പാ ചോദിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്തവരെ മാനിക്കുമാറാകണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തോണേപ്പാ. സൗഖ്യത്തോടും സമാധാനത്തോടും ഏറിയ പ്രതിഫലം കൊടുത്തും കർത്താവ് കരുതിക്കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, സമയഹാലേലിയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ഈ പുതിയ വർഷത്തിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും ദൈവകൃപകളും തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കേണ്ടതിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർത്തിൽ ദാനമായി കൊടുത്ത് സ്വർഗം ഈ പുതുവർഷത്തിൽ തൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര പോകുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ യാത്രകളിൽ കർത്താവ് കൂടെ ഇരിക്കണം. സുഖകരമായ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കുമാറാകണം. ദൈവമേ, ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണേ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തിനേലും കർത്താപ്പിച്ചിട്ട് കരം വെച്ച് കൊള്ളണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കർത്താവ് കാത്തോണേ അപ്പാ. ദൈവമായ കർത്താവ്, വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ വാഹനത്തിലും അപ്പച്ചൻ്റെ കരം വേണോ അപ്പാ. ആപത്തനത്തിൽ നല്ല മക്കളെയും വിടുവിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, സമയഹാലലുയ കർത്താവേ. ചില പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരുണ്ട് കർത്താവേ. ഓരോ ഹൃദയത്തെയും ഉള്ളതുപോലെ കാണുന്നത് അവരുടെ വിങ്ങലുകളെ അറിയാവുന്ന കർത്താവ്. അവരുടെ വേദനകൾക്ക് അറുതി വരുത്തിയ മതിയാവും കർത്താവ്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടവർ, ലഹരിക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, അനേക കുഞ്ഞുങ്ങൾ, എൻ്റെ ദൈവമേ, കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാരൊക്കെ ഉണ്ടപ്പാ. അവരോടൊന്ന് മനസ്സലിയണമേ. ഒരു രൂപാന്തരം പ്രാപിപ്പാൻ ഇടയാക്കണേ അപ്പാ. പൂർണ്ണമായും മദ്യത്തിൽ നിന്ന്, ലഹരിയിൽ നിന്നും കർത്താവരെ മോചിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അധികാരികളോടൊക്കെ സ്വർഗം ഇടപെട്ടാട്ട് ദൈവമേ, എൻ്റെ ദൈവമേ, നീ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരയുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസമായി എൻ്റെ ദൈവം ഇറങ്ങണമേ. സ്വസ്ഥമായി ഒന്ന് ഉറങ്ങുവാനും സ്വസ്ഥമായി ആഹാരം കഴിക്കുവാനൊക്കെ ദൈവം ഓരോ കുടുംബങ്ങൾക്ക് സഹായിച്ചാട്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ആ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. സ്വർഗം മനസ്സലിവ് കാണിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ രോഗികളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പോൾ ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങൾ, പ്രത്യേകിച്ച് പനിയാൽ, ചുമയാൽ, ശ്വാസതടസ്സാൽ ഭാരപ്പെടുന്ന ഒരു കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവരപ്പാ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, തൈറോയിഡുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവ്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവ്, ബ്ലീഡിംഗ് ഉള്ളവർ, ഉറക്കമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയാലും ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാത്തൊരു കിടക്കയിലും വീൽ ചെയറിലുമായിരിക്കുന്ന ജീവിതങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവം അറിയണമേ. അവരെ അറിയണമേ. അവരെ അറിഞ്ഞ് സഹായിക്കണമേ അപ്പ. സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കൾക്ക് അത്ഭുതകരം നീട്ടിയവരെ സഹായിക്കണം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ദൈവമേ, ഹാലലുയ കർത്താവേ. ത്വക്ക് സംബന്ധമായ പല രോഗങ്ങൾ, അലർജിയുടെ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, തുമ്മലിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, പുറത്ത് വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവെ, കൈകാലുകൾക്കൊക്കെ പെരുപ്പുകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, തലമുടി മുഴുവൻ കൊഴിയുന്നവർ, എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നീ അവർക്ക് എല്ലാം മരുന്നും വൈദ്യനുമാ. ആശ്വാസദായകൻ അവിടുന്ന്, സൗഖ്യദായകൻ അവിടുന്ന്, സമാധാനത്തിൻ്റെ ദൈവം അവിടുന്ന്, ഞങ്ങളുടെ നല്ല പിതാവ് അങ്ങാകയാലപ്പാ. ഞങ്ങളുടെ രോഗികളോടെല്ലാം മനസ്സലിവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ മറന്നുപോലെ പോയാലും നീ മറക്കാത്ത ദൈവം ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ആശ്വസിപ്പിക്കണമേ ദൈവമേ. മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപയും ധൈര്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സുശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ കർത്താവേ. ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ച് കാത്തോണേ. ഉത്തമമായ ഭരണം കാഴ്ചവെപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ കർത്താവേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളുടെ രാജ്യങ്ങളെ, ദേശങ്ങളെയൊക്കെ കർത്താവ് പരിപാലിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ കേരളത്തോട് മനസ്സലിയണമേ. ഇന്ത്യ മഹാരാജ്യത്തോട് കരുണ തോന്നണമേ. ഗൾഫ് നാടുകളോട് മനസ്സലിയണമേ കർത്താവേ. അമേരിക്കൻ ഐക്യനാടിനോട്, ഏഷ്യ ഭൂഖണ്ഡത്തോട് സ്വർഗം മനസ്സലിയണമേ കർത്താവേ. കഷ്ടങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, പകർച്ചബാധകളിൽ നിന്നും, യുദ്ധങ്ങളിൽ നിന്നും, ആമേൻ, അനീതികളിൽ നിന്നെല്ലാം ഞങ്ങളുടെ ദേശങ്ങളെ, രാജ്യങ്ങളെ കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലി എല്ലാം ഹാലലി കർത്താവേ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവ് എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഹാലലി പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.